ഹലോ ഗൈസ്. അപ്പോഴേ ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വന്നതാണ് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ഇതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ഷോർട്സിൽ വ്യൂസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വന്നു പോകുന്നു. ബാലൻസ് ആവുന്നില്ല ഒന്നും. ഷോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. നമ്മളെ ഈ ചാനൽ എനിക്ക് പറ്റിയ അബദ്ധമാണ് ഞാൻ ഈ ഇതിലൂടെ പറയുന്നത്. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനലിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കണ്ടന്റ് മസ്റ്റായിട്ട് ഫോക്കസ് ചെയ്തിരിക്കണം. നമ്മൾ എന്തിനാണ് തുടങ്ങുന്നതെന്ന് ആ ചാനൽ മസ്റ്റായിട്ട് ഫോക്കസ് അത് പക്കയായിരിക്കണം. അന്ന് നമ്മൾ വിഷൻ ഉണ്ടായിരിക്കും. ഒരുപാട് വർക്കുകൾ ചെയ്യേണ്ടിയുണ്ട് യൂട്യൂബ് ചാനലിൽ. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പഠിച്ച് വന്നത് കുറച്ച് സമയമെടുത്തു. ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഒരു ഷോർട്സിന് കൊടുക്കുമോ അതിനുള്ള 100% റിസൾട്ട് തിരിച്ച് കിട്ടും. എത്രത്തോളം നമ്മൾ എഫേർട്ട് എടുക്കും അതിനനുസരിച്ച് കിട്ടും. എഡിറ്റിംഗ് ആയിരുന്നാലും അതിലുള്ള ഓരോ മൈന്യൂട്ടുള്ള കാര്യമായിരുന്നാലും വോയിസ് ആയിരുന്നാലും ക്ലാരിറ്റി ആയിരുന്നാലും എല്ലാം ഇതൊരു ഇതാണ്. യൂട്യൂബ് എന്ന് പറയുന്ന സാധനം നമുക്ക് ചുമ്മാ ഇരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതിന് നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. ഇത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ നമ്മളിലേക്ക് എത്തിക്കുന്നത് വെറുതെ ചവറ കണക്ക് വീഡിയോ ഇടുന്നതിലൂടെ. ഞാൻ എൻ്റെ ചാനൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറയുന്നത് ഇതാണ്. ഞാൻ എൻ്റെ അനുഭവത്തിന് പുറത്താണ് പറയുന്നത്. ഇത് ഒരുപാട് ഞാൻ കുറേ പഠിച്ചു. കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാരിൽ നിന്ന് യൂട്യൂബേഴ്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ എല്ലാ തരത്തിൽ നിന്നും ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ അത് എൻ്റെ ചാനലിൽ ചവറുകണക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് ഞാൻ എൻ്റെ ബേസിക് എൻ്റെ ചാനലിൽ മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മൂവി റിവ്യൂസ്, പിന്നെ മൂവിയുടെ കാര്യങ്ങൾ, പിന്നെ ഡബ്ബിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ആയിട്ടുള്ള ഡബ്ബിങ്. ആർക്ക് ഹാനികരം ഉണ്ടാക്കത്തില്ല. മൃഗങ്ങൾക്കോ പട്ടിക്കോ പൂച്ചയ്ക്കോ വല്ല ഹിന്ദിക്കാരന്മാരിക്കോ ബംഗാളി ബായിക്കോ തലമുടി പറ്റി സ്പൈഡർ ഇതൊരു കോടാലി കണക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ബായിമാരിക്കോ ഞാൻ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങളൊക്കെ ഇട്ട് പല ശബ്ദത്തിൽ ഞാനിങ്ങനെ ഡബ് ചെയ്ത് ഒരു കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യുക. അതാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെൻ്റെ ചാനലിൽ കയറി പരിശോധിച്ചാൽ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലതാണെന്ന് നിങ്ങൾ കണ്ടതിന് ശേഷം പറയണേക്കത്തല്ലോ. അപ്പോൾ ഞാൻ പറയാൻ വരുന്ന കാര്യം അതൊരു സൈഡ് നിൽക്കട്ടെ. യൂട്യൂബിൻ്റെ കാര്യം അവിടെ അതൊരു സൈഡ്. ഞാൻ വേറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ എന്ത് ചെയ്യും ഇനി നിങ്ങൾക്ക് ഇനി തരുന്നതായിരിക്കും. എൻ്റെ പേഴ്സണൽ അറിവുകളും പിന്നെ കുറച്ച് കാര്യങ്ങളും ലോക കാര്യങ്ങളും നമുക്ക് നടക്കുന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കാം. ഇപ്പം നമ്മുടെ നിലവിൽ നമ്മൾ എല്ലാം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്താണെന്ന് എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ നിങ്ങളെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. യൂട്യൂബിൻ്റെ കാര്യം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടാം. യൂട്യൂബിൻ്റെ കാര്യം ഞാൻ വലിയ അറിവുള്ള മനുഷ്യനൊന്നും അല്ല. കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു, അനുഭവിച്ചു. എൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി. ഇപ്പോൾ നിലവിൽ 3.9 എന്തോ ആയി. 3.9K സബ്സ്ക്രൈബേഴ്സ്. 3900 എത്ര സബ്സ്ക്രൈബേഴ്സായി. എൻ്റെ 762 വീഡിയോ എന്ന് പറഞ്ഞാൽ ചവർ വീഡിയോസാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് അതിന് ഞാൻ കണ്ടന്റ് ഫോക്കസ് ചെയ്ത് വരുന്നത് ഇപ്പോഴാണ് ഞാൻ കണ്ടന്റ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയത്. അത് ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് കഴിഞ്ഞ്. എൻ്റെ ഡബ്ബിങ് വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് കയറുന്നു. എന്നാലും നമ്മൾ ഈ വ്യൂസ്, ലൈക്ക്, ഷെയർ ഇത് മസ്റ്റാണ്. നമ്മുടെ വ്യൂസ് മാത്രം കയറിയിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടിട്ട് കാര്യമില്ല. മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോസ് ചെയ്യാൻ നോക്കുക. വീഡിയോസ് അതിൽ പിടിച്ചിരിക്കുന്ന ഒരാളെ പിടിച്ചിരുത്തുന്ന കണ്ടന്റ് ഉണ്ടായിരിക്കണം. ഡെഫിനറ്റ്ലി അതൊരു കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യാതെ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിക്കുക. സോ അടുത്തത് ഞാൻ പറയാൻ വന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ഭ്രമയുഗം എന്ന് പറഞ്ഞൊരു മൂവിയെക്കുറിച്ച്. ഈ കാലഘട്ടത്തിൽ ഈ 2025 ഈ പിന്നോട്ടുള്ള കാലഘട്ടം അല്ലെങ്കിൽ 20-ന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ, മാസ്, ക്രൈം, ത്രില്ലർ എല്ലാം കൊറോണ സമയത്ത് എല്ലാ ആളുകളെല്ലാം ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ തുടങ്ങിയ സമയത്ത് പ്രമേഹം അതിനുശേഷം വന്ന ഈ കൊറോണയ്ക്ക് ശേഷം വന്ന കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു പടമാണ് പ്രമേഹം. മമ്മൂക്ക അഭിനയിച്ച പ്രമേഹം. രാഹുൽ സദാശിവൻ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറുടെ ഒരു പടം പ്രമേഹം. ഇന്ന് ആ പടം നമ്മുടെ കേരളം താണ്ടി ഇന്ത്യ താണ്ടി അതായത് ഇന്റർനാഷണൽ ലെവലിൽ എത്തി നിൽക്കുകയാണ്. ഓസ്കാർ മ്യൂസിയത്തിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇവന്റിലേക്ക് അവർ പ്രത്യേക ജേണലിൽ എടുക്കുന്ന ഒരു ഇതിലാണ്. വെയർ ടു ഫൈൻഡ് ദ ഫോറസ്റ്റ് മീറ്റ് ദ സീ, അങ്ങനെ എന്തോ ഒരു അതാണെന്ന് തോന്നുന്നു. അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് പേരെനിക്കറിയാം. ഇത് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോഴതിലോട്ട്
ചുരുക്കം പടങ്ങളിൽ പ്രമേയം ഇന്ത്യയിൽ നിന്ന് ഒറ്റ ചിത്രം മാത്രമേ അവർ തിരഞ്ഞെടുത്തിട്ടുള്ളൂ, അത് പ്രമേയമാണ്. വളരെ സന്തോഷം. ഇന്ത്യയിൽ നിന്ന്, അതും കേരളത്തിൽ നിന്ന്, നമ്മുടെ മലയാളത്തിൽ നിന്നൊരു പടം എടുത്തെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്തിയുണ്ട്. അവരായിട്ടൊരു പടം വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് വളരെ 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 സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാൻ ഫൈറ്റ് ഒന്നുമല്ല, കോടിക്കണക്കിനുള്ള അടി, ഈ 300 കോടി 400 കോടിക്ക് വേണ്ടിയിട്ടുള്ള അടിയൊന്നുമല്ല. നമ്മളെല്ലാം മനസ്സിലാക്കുന്ന കാര്യം, നമുക്കെല്ലാവരും അവരുടെ ഈ മലയാളം മമ്മൂട്ടി മോഹൻലാലിനെ വെച്ച് അടി കൂടുന്ന കുറേ ടീമുകൾ, അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഈക്വൽ ആൻഡ് ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരു, അവർ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു മലയാളം ഇൻഡസ്ട്രി ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു ലെജൻസ് ആണ്, ലിവിങ് ലെജൻസ് ആണ്. ഇതിനു മുമ്പ് ഒരുപാട് ലെജൻസ് ഉണ്ടായിട്ടുണ്ട്. അവർ അവരുടേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. അതിന് എത്ര കാലഘട്ടം കഴിഞ്ഞാലും ഇത് ഇവിടെ തന്നെ കാണും. അതുപോലെ ഇവർ മുദ്രകൾ പതിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതെത്ര കാലം കഴിഞ്ഞാലും ഉണ്ടാവും. ഇവരെ പോലെ ഇനിയിപ്പം യൂത്ത്സ്, നമ്മുടെ യൂത്ത് എടുത്ത് കഴിഞ്ഞാൽ, യൂത്ത് എന്നല്ല ഞാൻ പറയുന്നത്, ഇനി വരുന്ന ഇവർക്ക് ശേഷം വരുന്ന ഒരു ജനറേഷൻ, ഒരു നടന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഇനിയുള്ള അവരുടെ കരിയറിൽ അവർ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്നും അവരുടെ പെർഫോമൻസ് മാറുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് കണ്ടറിയാം. അവരിപ്പോൾ ചിലരൊക്കെ ചില റോളുകൾ കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട്, ചില റോളിൽ കണ്ട് അവരാനന്ദങ്ങൾ. നമ്മൾ ആദ്യം നടന്മാരാണ്, വരുന്ന ഡയറക്ടർ വേറെയാണ്. ഒരു ഡയറക്ടർ, ഒരു കഥാകൃത്ത്, പിന്നെ ഒരു സംവിധായകനാണ്, അതല്ല ഒരു നിർമ്മാതാവ്, അങ്ങനെയല്ല ഈ പ്രോസസ്സ് പോകുന്നത്. പല ഡയറക്ടർ വരും, അവരുടേതായിട്ടുള്ള വിഷൻസ് നടനിലൂടെ എന്ത് ചെയ്യാൻ നോക്കും, ഇതാക്കാൻ നോക്കും. ചിലത് ശരിയാവും, ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാവില്ല. അത്രയേ ഉള്ളൂ. അപ്പോഴും ഉടനെ നമ്മൾ നേരെ പോയി നടന്മാരെ പണ്ടുപിടിക്കുക, നടന് ഇതാണ്. അവര് ഈ പറയുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് 2 നടന്മാരെ വെച്ച് എടുത്തിട്ടുണ്ടായിരിക്കാം. ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ജോഷ് സാറ്, പ്രിയദർശൻ സാറ്, ഇവരൊക്കെ, പ്രിയദർശൻ സാറ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ലാലേട്ടനെ വെച്ചിട്ടാണ്. അതേക്കണം ജോഷ് സാറ് മമ്മൂക്കായെ വെച്ചിട്ട് ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാണേണ്ട. ഇവരുടെ അങ്ങനെ ഒരുപാട് പടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇതായിട്ട് പോകുന്നുണ്ട്. കരിയറിൽ പിന്നെ സീരീസ് റോൾ മാത്രമേ ഒരാൾക്ക് പറ്റൂ, അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ മമ്മൂക്ക എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. നിങ്ങൾക്കും തോന്നുന്നുണ്ട്, എനിക്കും തോന്നുന്നുണ്ട്. അതുപോലെ ലാലേട്ടൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ആക്ഷൻ സീക്വൻസുകൾ, ആ ഒരു തോൾ ചേർന്നുള്ളൊരു പക്ക ഹീറോയിക്കായിട്ടുള്ളൊരു മാനേഴ്സം. പിന്നെ ഇതൊക്കെ നമ്മൾ എല്ലാം നമ്മൾ ആസ്വദിക്കണം. ഏത് പടം, എനിക്കിപ്പം മാർക്കോ ഇറങ്ങിയ ശേഷം ഭയങ്കരമായിട്ട് ഈ ഒരു ഇന്ത്യൻ സിനിമയിൽ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മാർക്കോ ഇപ്പം ഫൈനൽ ചെയ്ത് കഴിഞ്ഞു. മാർക്കോ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടായി കഴിഞ്ഞു. അതിൻ്റെ ആക്ഷൻ സീക്വൻസും വയലൻസും എക്സ്ട്രീമാണ്. ഈ സാധനം ആയിരിക്കും ഇനി ഏതൊരു പടം വന്നാലും ഇതിനെ വെല്ലണമെങ്കിൽ പാടാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് എൻ്റെ വില്ലന്മാരെ കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ക ഹെവി വില്ലന്മാരെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു വില്ലനെ നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്തൊരു വില്ലനെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ്ലി എവിടെ പറഞ്ഞാലും ആ പേരെ പറയുള്ളൂ. റോളക്സ്. എല്ലാവർക്കും അറിയാം, സൂര്യ അണ്ണൻ ചെയ്ത റോളാണ്. റോളക്സ് എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു ബെഞ്ച് മാർക്ക് ആയിക്കഴിഞ്ഞു. ഇനി ഏതൊരു പടം, ഇനി എന്തൊക്കെ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു ക്യാമിയോ റോളിൽ വന്ന് നിസ്സാരം പോലൊരു തലയൊക്കെ വെട്ടി എറിഞ്ഞ് പക്ക പെർഫോമൻസ് കാണിച്ചൊരു, അതിന് മേളിൽ വെക്കാൻ പറ്റിയൊരു ക്യാമിയോ ഞാൻ അടുത്തിടയ്ക്ക് കണ്ടിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, വരുമായിരിക്കും. എനിക്ക് അതിലൊരു സ്റ്റാൻഡ് ലോൺ പടം ആവശ്യമുണ്ട്. ലോകേഷ് അണ്ണൻ പണ്ണി ഇപ്പൊ അതൊക്കെ തലത്തിൽ പണ്ണുന്നുണ്ട്. കൂലിയെ പണ്ണി ഇപ്പൊ ഏറി കയറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഇത് വന്നിട്ടുണ്ട്, അല്ലു അർജുൻ്റെ ഒരു ലോകേഷ് കനകരാജുമായിട്ടുള്ള പടം വരുന്നതായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ട് ഗൈസ്. അണ്ണൻ പണ്ണി അല്ലു അർജുനെ ഏറി കയറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അണ്ണന് കൈഡി പണ്ണാൻ വയ്യ, ലിയോ ടു നടക്കുമെന്ന് അറിയത്തില്ല, വിക്രം പണ്ണാൻ വയ്യ. അണ്ണൻ ഇപ്പോൾ പോയി അല്ലു അർജുന ബഹിരാകാശത്ത് കഴിക്കുകൊണ്ട് ഈശ്വര കൂലിയെ കണക്കാവരുതേ, ഫസ്റ്റ് ഡേ പോകാനുള്ളേ, മൂഞ്ചിപ്പോവരുത് കാഴ്ച എന്നുള്ള സന്തോഷത്തോടുകൂടി ഞാൻ വീഡിയോ സൈൻ ഔട്ട് ചെയ്തു.